അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് നമുക്ക് ഹാമർ ചിക്കൻ ഉണ്ടാക്കുന്നതാണ്. ഹാമർ ചിക്കൻ നമുക്ക് വീട്ടിലായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഹാമർ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതിനാവശ്യമായ കാന്താരിയാണ് പറിക്കുന്നത്. ചിക്കനിന് വയ്ക്കാനുള്ള കാന്താരി നല്ല ഫ്രഷ് വയലറ്റ് കാന്താരിയാണ്, നാച്ചുറലായിട്ടുള്ള കാന്താരിയാണ്. നല്ല നാച്ചുറലായിട്ടുള്ള വയലറ്റ് ടൈപ്പ് കാന്താരിയാണ്. അടുത്തത് അതിനുള്ള നല്ല കറിവേപ്പിലാണ്. മരത്തേന്നാണ് നമ്മൾ പറിക്കുന്നത്. കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില നമ്മൾ പറിക്കുകയാണ്. നല്ല ഫ്രഷ് കറിവേപ്പില. വെയിൽ കായാണ് കോഴി. 2 ദിവസമായിട്ട് മഴയായിരുന്നില്ലേ, അപ്പോൾ ഇനി വെയിൽ കായാൻ നിൽക്കുകയാണ് കോഴി. നമ്മൾ ഹാമർ ചിക്കൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പുതിനയില, മല്ലിയില, നാരങ്ങ, വയലറ്റ് കാന്താരി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ അതിലേക്ക് വേണ്ട മസാല ചതച്ച മുളക്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് നമ്മുടെ ഹാമർ ചിക്കൻ ഉണ്ടാക്കാനുള്ള. അപ്പോൾ ഇനി ആ ചിക്കൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞൊന്നും കൂടി ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മളിതിൻ്റെ നെയ്യ് കളയാണ്. ചിക്കൻ്റെ പുറത്തുള്ള നെയ്യുകളൊക്കെ നമ്മളിങ്ങനെ മാറ്റി കളയണം. അപ്പോൾ നമ്മൾ ചിക്കന് നെക്സ്റ്റ് സ്റ്റെപ്പ് ബോൺലെസ് ചെയ്യാൻ പോവാണ്. ചിക്കൻ ബോൺലെസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാമർ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് ചിക്കൻ്റെ വിങ്സ്. ഒരു ചിക്കനിലെ ഏറ്റവും ടേസ്റ്റ് കൂടിയ ഭാഗം എന്ന് പറയുന്നത് ചിക്കൻ്റെ വിങ്സാണ്. കാരണം എല്ലുള്ള ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ചിക്കൻ്റെ വിങ്സിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. നമ്മൾ ചിക്കൻ ഏകദേശം ബോൺലെസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവിധ ചിക്കൻ്റെ ബോണിൽ നമ്മൾ വേർപെടുത്തി ബോൺലെസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കിതിൻ്റെ മസാല കൂട്ടുണ്ടാക്കിയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് കിടക്കാം. നമ്മുടെ ഹാമർ ചിക്കൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, ചിക്കൻ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടി പരത്താം. എന്നിട്ടാണ് നമ്മളെ അടുത്ത പ്രയോഗം, മെയിനായിട്ടുള്ള പ്രയോഗം നടത്തുന്നത്. ചിക്കൻ ആദ്യം നമുക്ക് നൈസായിട്ടൊന്ന് ഇങ്ങനെ ചെസ്റ്റൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കും പതുക്കെ. നമ്മുടെ ഹാമർ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഹാമർ ചിക്കൻ്റെ ഹാമറാണ്. ഇതാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് പ്രയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിനി ചിക്കനിൽ നമ്മൾ ഹാമർ പ്രയോഗം കൊണ്ട് നടത്താം. കണ്ടോ, നമ്മൾ ഹാമർ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ചിക്കനെ മാഷ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗവും നൈസായിട്ട് ചതച്ച് കൊടുക്കണം. ചതച്ച് കൊടുക്കണം. ചതച്ച് ഇങ്ങനെ ചതച്ച് ഈ പരിവാകം കഴുകി നല്ല വൃത്തിയായിട്ടെടുത്ത ഹാമറാണ്. അതിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട. നല്ല വൃത്തിയിൽ കഴുകി സൂപ്പറായിട്ട് ഉപയോഗിക്കുന്ന ഹാമർ. ചിക്കൻ അടിച്ച് പരത്തി നമ്മൾ ഹാമർ ഉപയോഗിച്ച് പരത്തി ഫിനിഷിംഗ് ആക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് അടുത്ത ചിക്കൻ്റെ മസാലക്കൂട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഹാമർ ചിക്കൻ തയ്യാറാക്കാനുള്ള മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, വയലറ്റ് കാന്താരി, പച്ചമുളക്, പുതിനയില, മല്ലിയില, കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. ഈ ജാർ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ജാറിലോട്ട് നമുക്ക് എല്ലാം ഇട്ടിട്ട് അരയ്ക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ചിട്ട് അങ്ങോട്ട് വരാം നമുക്ക്. അപ്പോൾ നമ്മൾ ആ മസാല, ഇഞ്ചിയും
മല്ലിയിലയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കരിവേപ്പിലയും വയലറ്റ് കാന്താരി പച്ചമുളക് അരച്ച് നമുക്ക് പേസ്റ്റ് ആക്കി ഇത് നമുക്ക് ഒരു പാത്രത്തേക്ക് മാറ്റാം. പാത്രം നാരങ്ങ നമുക്ക് ഇതിലേക്ക് പിഴിയാം. അപ്പോൾ അടുത്ത് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാനുള്ളത് ക്രഷ് ചെയ്ത ചില്ലി ഉണ്ട്, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ക്രഷ് ചെയ്ത ചില്ലി ഇടാം. ക്രഷ് ചെയ്ത ചില്ലി ഇടുന്നു. പിന്നെ നമ്മളതിനകത്തോട്ട് കാശ്മീരി മുളക് പൊടി ഇടുന്നു. അത് ആവശ്യക്കാർക്ക് അവരുടെ എരിവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എരിവ്. നമ്മൾ ഏകദേശം അത്യാവശ്യം സ്പൈസി കഴിക്കുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ട് കുറച്ച് സ്പൈസി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതിനകത്തോട്ട് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. സാൾട്ട് ബേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്ല, നല്ല മസാല നല്ല മസാല ഇരിക്കും. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നല്ല സ്പൈസി ഹാമർ ചിക്കൻ മസാലയാണ്. നല്ല ചുമന്നിരിക്കുന്നില്ലേ. അടിച്ച് പരത്തിയ ഹാമർ ചിക്കൻ്റെ പുറം നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ലൈറ്റായിട്ട്, വലുതായിട്ടൊന്നും വരണ്ട, ലൈറ്റായിട്ടൊന്ന് മസാല അകത്തോട്ട് കയറാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ മസാല ഇട്ട് ആ മസാല മൊത്തം ഈ നമ്മുടെ ഹാമർ ചിക്കൻ്റെ മേത്തൂടെ നമ്മൾ കറക്റ്റായിട്ട് തേക്കണം. മുഖത്തല്ല, മേത്ത്. മാറിപ്പോയതാണ്. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ല ഹാമർ ചിക്കൻ മസാല പുരണ്ടിരിക്കുന്ന ഹാമർ ചിക്കൻ കണ്ടോ. മസാലയൊക്കെ മൊത്തം അകത്തോട്ട് പിടിച്ച് നല്ല റെസ്റ്റിൻ പീസിലിരിക്കും. ഇത് നമുക്കിനി ഏകദേശം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കണം. കാരണം എന്നാലേ മസാലയൊക്കെ ഒന്ന് അകത്തോട്ട് ഉപ്പും പുളിയൊക്കെ അകത്തോട്ടൊന്ന് ചേർത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം മാരിനേറ്റ് ആയിരിക്കുകയാണ്. മസാലയൊക്കെ അകത്തോട്ട് പിടിച്ചു. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഹാമർ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒഴിക്കുന്നത് നല്ല ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ. നല്ല ശുദ്ധമായ, അധികം വേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ചിക്കൻ, നമ്മളെ ഹാമർ ചിക്കൻ നമുക്ക് ചെറുതായിട്ട് നമുക്ക് സ്റ്റേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഹാമർ ചിക്കൻ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. വൺ സൈഡ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഹാമർ ചിക്കൻ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. വൺ സൈഡ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഹാമർ ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഗ്രില്ല് ചെയ്ത സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് കുത്താൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല വറ്റൽമുളകൊക്കെ വറക്കുന്നതിൻ്റെ ഇടയിൽ നല്ല മണമൊക്കെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നല്ല സൂപ്പർ സ്മെല്ല് വരുന്നുണ്ട്. കോഴിയും പൂച്ചയൊക്കെ അപ്പുറത്തൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്.
തക്കാളി കൂടി അരിഞ്ഞിടാം. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ചിക്കൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് തക്കാളിയുടെ 2 സ്ലൈസ് കൂടെ ഇടാം. തക്കാളി ഇടുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ തക്കാളിയുടെ പുളിയൊക്കെ വരുമ്പോൾ നമ്മളെ ഹാമർ ചിക്കൻ ഒരു വല്ലാത്ത ടേസ്റ്റാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് തക്കാളി വിതറി കൊടുക്കാം. ഹാമർ ചിക്കൻ. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ഐറ്റമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.